ഇറാൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ഈ യോഗത്തിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും ചർച്ച ചെയ്തു, പ്രധാനപ്പെട്ട പല തീരുമാനങ്ങൾ എടുത്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യക്ക് സുഗമമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളാണ് കേന്ദ്ര സർക്കാർ എടുത്തിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ പ്രതിസന്ധി നേരിടാൻ പ്രത്യേക സംഘത്തെ രൂപീകരിക്കാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്ധന വിതരണത്തിനുള്ള മറ്റ് സ്രോതസ്സുകൾ തയ്യാറാക്കാനുള്ള സുപ്രധാനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ കേന്ദ്ര അന്വേഷണ കമ്മീഷൻ CCS യോഗം ചേർന്നു. അവിടെ ഊർജ്ജ വള വിതരണങ്ങൾ അവലോകനം ചെയ്തു. പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ബദൽ ഇറക്കുമതി സ്രോതസ്സുകൾ പര്യവേക്ഷണം ചെയ്യുന്നതിനുമായിട്ടുള്ള ഒരു പ്രത്യേക സംഘം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. രാജ്യത്തേക്കുള്ള ഊർജ്ജ വിതരണം തടസ്സപ്പെടില്ലെന്ന് സർക്കാർ ഉറപ്പു നൽകി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യ ഊർജ്ജ സുരക്ഷയ്ക്കായി ഒരു പ്രധാന ചുവടുവയ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി ഒരു പ്രത്യേക സംഘം രൂപീകരിക്കാൻ പ്രധാനമന്ത്രി മോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ പ്രധാന യോഗം തീരുമാനിച്ചു. എണ്ണ, വാതകം, വളം എന്നിവയുടെ വിതരണം ഉറപ്പാക്കുന്നതിൽ യോഗം പ്രത്യേകം ഊന്നൽ നൽകി എന്നുള്ള റിപ്പോർട്ടുകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നതതല യോഗം വിളിച്ചപ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷകളാണ് രാജ്യത്ത് ഉടലെടുത്തത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിൽ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വാണിജ്യ സിലിണ്ടറുകൾ ഉടനെ തന്നെ അലോട്ട് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കറിയാം, കേരളത്തിലടക്കം വാണിജ്യ സിലിണ്ടറുകൾ വ്യാവസായിക മേഖലയിലേക്ക് പോകാത്തത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഹോട്ടലുകളെല്ലാം നേരിടുന്നുണ്ട്. ഹോട്ടൽ മേഖലയെല്ലാം തന്നെ ഒന്നടങ്കം സ്തംഭിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഹോട്ടലുകൾ ഭക്ഷണങ്ങൾക്ക് വില കൂട്ടുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ അവസരം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല ഈ ഒരു സാഹചര്യം. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാണിജ്യ സിലിണ്ടറുകൾ എത്രയും പെട്ടെന്ന് അലോട്ട് ചെയ്യണം. ഇപ്പോൾ അലോട്ട് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നു. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാനാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ആഫ്രിക്ക വഴി ഇന്ത്യയിലേക്ക് എണ്ണ എത്തിക്കഴിഞ്ഞു, അമേരിക്ക വഴി എത്തിക്കഴിഞ്ഞു. റഷ്യയിൽ നിന്ന് LPG ടാങ്കറുകൾ ഇന്ത്യയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നു എന്നുള്ള റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. വാതക പ്രതിസന്ധി യാതൊരുവിധ രീതിയിലും നമ്മുടെ രാജ്യത്ത് ഒരു സംഘർഷമുണ്ടാക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.